സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നു എന്ന് വെച്ചോളും. ഓക്കെ, നമുക്കൊരു കോൺവെർസേഷൻ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഞാൻ ഒരാളെ കാണാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും നമ്മൾ നോർമലി പറയുക, അവരോട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്, സുഖമാണോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചോദിക്കാം. അപ്പോൾ അത് തന്നെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാം എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഞാനൊരു ആളെ മീറ്റ് ചെയ്യാണ്, അർജുൻ എന്നുള്ളൊരു പേഴ്സണെ ഞാൻ മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നോർമലി ചോദിക്കും, ഹായ് അർജുൻ, ഹൗ ആർ യു എന്നുള്ള രീതിയിൽ ചോദിക്കാം. സുഖമാണോ, ഹൗ ആർ യു എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ അവരുടെ റിപ്ലൈ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മളോട് തന്നെ ആ ഒരു ചോദ്യം ഒരാൾ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഹായ് വിശാൽ, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ താങ്ക്സ് ആൻഡ് യു എന്നുള്ള രീതിയിൽ ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. സോ ഈ ഒരു യൂസേജ് വന്നിട്ട് നമ്മൾ നോർമലി ഒരു പോസിറ്റീവ് നോട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഐ എം ഫൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, ഞാൻ ഓക്കെയാണ് അല്ലെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് നമ്മൾ പറയും. ഇത് കുറച്ച് നെഗറ്റീവായിട്ട്, അതായത് നമ്മൾ നോർമലി മലയാളത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ള രീതിയിലാണ് മോസ്റ്റ്ലി എല്ലാവരും മറുപടി കൊടുക്കുക. അപ്പോൾ ഈ കുഴപ്പമില്ലാതെ പോകുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും നോട്ട് ബാഡ് അങ്ങനെ പറയാം. ഇനി പ്രോപ്പറായിട്ടൊരു നെഗറ്റീവ് റിപ്ലൈ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളോട് ഒരാൾ ചോദിക്കുന്നത് സുഖമാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഒരു റെസ്പോൺസ് എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നോട്ട് ഗ്രേറ്റ് അല്ലെങ്കിൽ നോട്ട് വെരി വെൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് നോക്കി. നമ്മളൊരാളെ പരിചയപ്പെടുന്നതും ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതും അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അതിൻ്റെ റിപ്ലൈ എങ്ങനെ കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി. ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 3 പേരുള്ള ഒരു കോൺവെർസേഷൻ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാനൊരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒരാളും കൂടി വരുന്നുണ്ട്. ഈ കൂടെ വരുന്ന ആളെ ആ ഒരു മൂന്നാമത്തെ പേഴ്സൺ, ആ ഒരു തേർഡ് പേഴ്സൺ നമ്മൾ വന്നിട്ട് പരിചയപ്പെടുത്തണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് പല രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു കൂട്ടുകാരനാണ്, അപ്പം ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്നുള്ളത് നമുക്ക് പറയാം. അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ്, സോ ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈ ബ്രദർ എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ എൻ്റെ ഒരു കൊളീഗാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹീസ് മൈ കൊളീഗ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ നേരെ ബ്രദർ അല്ല, റിലേഷനിലുള്ളൊരു ബ്രദറോ സിസ്റ്ററോ ആണെന്നുണ്ടെങ്കിൽ ഷീസ് മൈ കസിൻ അല്ലെങ്കിൽ ഹീസ് മൈ കസിൻ. അവിടെ ഹി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുടെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ മീറ്റ് ചെയ്യാൻ പോയിരിക്കുന്ന ആളുടെ പേര് അർജുൻ എന്നാണ്. ഓക്കെ, സോ ഞാൻ ആളെ പരിചയപ്പെടുത്തുന്നു. അപ്പം ഹായ് അർജുൻ, ദിസ് ഈസ് ഫാത്തിമ, ഷീ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്നുള്ള രീതിയിൽ പറയാം. സോ അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അവർ പരിചയപ്പെട്ടു, അർജുനും ഫാത്തിമയും പരിചയപ്പെട്ടു. ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നോർമലി പറയും. നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അവർ തമ്മിലൊരു കോൺവെർസേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അവിടെ നമുക്ക് ഹായ് അർജുൻ, നൈസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ ഹായ് ഫാത്തിമ, നൈസ് ടു മീറ്റ് യു എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഒരു റിപ്ലൈ അവർ പറയുമ്പോൾ നമുക്കൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ ഗുഡ് ടു മീറ്റ് യു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും.